അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്ത് ബുറൂജുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്ന മറ്റൊരു സംഗതി, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. ഉഖ്ദൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴി എന്നാണ്, കുഴികൾ. ഈ കുഴികളുടെ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉഖ്ദൂദ് എന്നത് കുഴി, അതിൻ്റെ ബഹുവചനായിട്ട് വരെ അഹാദീദ് എന്നാണ്, കുഴികൾ. അപ്പോൾ ഈ കുഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നിലത്ത് കുഴിയുണ്ടാക്കിയിട്ട് തുടർന്ന് പറയണ, അതിന് വിറക നിറച്ചിട്ട് അതിന് തീ കൊടുക്കുന്ന ആ രീതിയെ സംബന്ധിച്ചാണ്. ഈ സംഭവം എവിടെയാണ് നടന്നിരുന്നതെന്നോ ഏത് കഥയാണ് ഇതെന്നോ ഒന്നും ആർക്കും അറിയില്ല. ഏതോ ഒരു കഥ മുഹമ്മദിന് കിട്ടി, എന്നിട്ട് മുഹമ്മദ് അത് വെച്ച് കാച്ചു, അള്ളാൻ്റെ പേരിൽ തലയിലിട്ടു എന്നൊക്കെയാണ് ജബ്ബാർ എന്ന് പറയുന്ന മുസ്ലിയാരുടെ മഹദ്വചനം. യഥാർത്ഥത്തിൽ എന്താ സംഭവം? ലോകത്ത് ഇപ്പം ഈ കഥ ഏതോ നാട്ടിൽ നടന്നതാവട്ടെ, ഈ ഏതോ നാട്ടിൽ നടന്നൊരു പ്രത്യേക സംഭവത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടിയതോ എന്തുമാവട്ടെ, ആദ്യം ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ, നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം എന്താ ഇതിന് പറയണത്? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ കുഴിയുടെ ആളുകൾ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അന്നാരി ദാത്തിൽ വഖൂദ്, വിറക് ഇട്ടിട്ട് തീ കത്തിക്കപ്പെടുന്ന തീകുണ്ഠത്തിൻ്റെ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇത് ഹും അലൈഹ ഖുഊദ്, അവർ അതിനു ചുറ്റും ഇരിക്കുകയായിരുന്നു. അതായത് ഈ കുഴിയിൽ വിറകിട്ട് കത്തിച്ചിട്ട് ഈ കത്തിച്ച ആളുകൾ അതിൻ്റെ ചുറ്റും നോക്കിയിരിക്കുകയാണ്. ഹും അലൈഹ ഖുഊദ്. പിന്നെയോ വഹും അലാമാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, വിശ്വാസികളെ എന്താണോ അവർ ചെയ്തിരുന്നത്, എങ്ങനെയാണോ അവർ വിശ്വാസികളെ അതിനകത്ത് ശിക്ഷിച്ചിരുന്നത്, പീഡിപ്പിച്ചിരുന്നത്, അതിന് അവർ തന്നെ സാക്ഷികളായിരിക്കെ. എന്നാണ് അവിടെ പറയുന്ന കാര്യം. എന്താണ്? കുഴി കുത്തിയിട്ട് അതിൽ വിറക് തറക്കുന്നു, എന്നിട്ടത് തീ കത്തിക്കുന്നു, എന്നിട്ട് ഈ തീ ആളി കത്തുമ്പോൾ അതിൻ്റെ ചുറ്റും നിന്നിട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകളെ അതിലേക്ക് പിടിച്ച് തള്ളിയിട്ട് അവരെ അതിലിട്ട് ചുട്ടുകരിക്കുന്നു. ഇത് നോക്കി നിന്ന് ആർത്തട്ടഹസിക്കുകയും അതിന് സാക്ഷികളായി നിൽക്കുകയും ചെയ്യുന്ന തീകുണ്ഠത്തിൻ്റെ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. ഇവിടെ യഥാർത്ഥത്തിൽ ഏത് സംഭവം എന്നതിനേക്കാളേറെ ഇങ്ങനെ ലോകത്ത് സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ, ഇന്ന് നടക്കുന്നുണ്ടോ, ഇതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇത് നമ്മളുടെ കാലഘട്ടം, കഴിഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മതങ്ങളുടെ കാലഘട്ടമാണ്, മതങ്ങൾക്ക് പ്രാധാന്യമുള്ള കാലഘട്ടമായിരുന്നു. ഇന്ന് നമ്മളുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? അത് ജനാധിപത്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ കാലഘട്ടം എന്നാണ് പറയുക. മതേതരത്വം എന്നത് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഭരണവ്യവസ്ഥയിൽ അല്ലെങ്കിൽ സമീപനങ്ങളിലൊക്കെ ഏറ്റവും മഹത്വമേറിയിട്ടുള്ള ഒന്നാണ് ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറയുന്നത്. അവിടെ മനുഷ്യന് സുരക്ഷിതനായി കഴിയാമെന്നൊക്കെ വീമ്പളക്കണ കാലമാണല്ലോ നമ്മളെ കാലം. എന്നാൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഈ മതേതരവാദികളായിട്ടുള്ള ആളുകളുടെ പിടിയിൽ അകപ്പെടുന്ന വിശ്വാസികളുടെ കാര്യം എന്താ അവസ്ഥയാണ് അതിനുള്ളത്? വിശ്വാസികൾ അവിടെ സുരക്ഷിതരാണോ? ലോകത്ത് വിശ്വാസികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, അനീതികൾ ഇന്നും ഈ മതേതരവാദികൾ പോലും കണ്ണ് ചിമ്മി വേണമെങ്കിൽ അതിനെയൊക്കെ അവർ ശിക്ഷിക്കപ്പെടുന്നതിനെയൊക്കെ ന്യായീകരിക്കുന്ന അവസ്ഥയിലാണ് അവരുള്ളത്. അവരത് അർഹിക്കുന്നതാണ് എന്നുള്ള നിലക്കാണല്ലോ. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗസയിൽ നടന്നിട്ടുള്ള ഇസ്രായേലിൻ്റെ നരനായാട്ടിനെ വല്ലപ്പോഴും എപ്പോഴെങ്കിലും ജബ്ബാറിനെ പോലുള്ള ആളുകളോ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതകളിൽ അതിനെ അഭിരമിച്ചുകൊണ്ട്, അതിനെ പുകഴ്ത്തിക്കൊണ്ട്
അതിലൊക്കെ ആർത്തട്ടഹസിച്ചുകൊണ്ട് കയ്യടിച്ചുകൊണ്ടാണ് ജബ്ബാറിൻ്റെ ആളുകൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാ വിധത്തിലുള്ള മതേതരന്മാരായിരുന്നാലും യുക്തിവാദികളായിരുന്നാലും നാസ്തികന്മാരായിരുന്നാലും ഇവരോടൊക്കെ മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ മർദ്ദന പീഡനങ്ങൾക്ക് വിധേയനാവാൻ വിധിക്കപ്പെട്ടവരാണ്. അവരത് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലും പല ഭരണാധികാരികളും ആ കാലഘട്ടത്തിലും ഇന്നും വിശ്വാസികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പീഡനം എന്ന് പറയുന്നത് പല രീതിയിലുള്ള പീഡനങ്ങളുണ്ട്. ചിലരെ പച്ചയിൽ കത്തിച്ച് കളയാന്നുള്ളത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ പോലും യഥാർത്ഥത്തിൽ സംഭവിക്കണത് എന്താണ്? ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് അറിയാത്തത് കൊണ്ടല്ലോ. അവിടെ ചിലപ്പോൾ കുഴി കുത്തുണ്ടാവില്ല. കാരണം ഇന്ന് കുയ്യിൻ്റെ ആവശ്യമില്ല. അന്ന് കുഴി വേണ്ടിയിരുന്നു. കാരണം വിറകിട്ട് കത്തിച്ചിട്ട് വേണം അവിടെ അവരെ ഇതിലേക്ക് തള്ളിയിടണമെങ്കിൽ. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് കത്തിക്കാൻ പെട്രോളോ അതുപോലുള്ള ഒഴിച്ചാൽ ശരീരത്തിൽ പറഞ്ഞിട്ട് തീ കൊടുത്തിയാൽ പിന്നെ അവിടെ ഒരു കുയ്യിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുഴി ആവശ്യമുള്ള ഘട്ടത്തിലാണ് കുഴി കുത്തിയിട്ടുള്ളത്. കുഴി ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ കുഴി കുത്താതെ തന്നെ ചുട്ടുകൊല്ലുന്നു. ഈ ചുട്ടുകൊല്ലണതിനെ പറ്റിയൊന്നും ഇവർക്ക് യാതൊരു അക്ഷരം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതൊക്കെ നോക്കി അട്ടഹസിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയാണ് ഇത്തരം ആളുകൾക്കുള്ളത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ലോകത്ത് പലയിടത്തും നടന്നിട്ടുണ്ട്. ആ സംഭവങ്ങളെ ഏതോ ഒരു സംഭവം എന്ന് മാത്രം പറയേണ്ടതില്ല. ഇത്തരം സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഖുതില അസ്ഹാബുൽ ഹുദൂദ്, ഈ കുഴിയുടെ ആളുകൾ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവരെന്താ ചെയ്തിട്ടുള്ളത്? അവർ ആ കുഴിയിൽ വിറക് നിറച്ചിട്ട് അതിന് തീ കൊളുത്തിയിട്ട് അത് ആളി കത്തുമ്പോൾ അതിൻ്റെ പരിസരത്ത് നിന്ന് അവർ ചിരിക്കുന്നു, ആർത്തട്ടഹസിക്കുന്നു. എന്നിട്ട് ഈ വിശ്വാസികളെ അതിലേക്ക് ഏതോ നിലക്ക് ഉന്തി തള്ളി കൊണ്ടുപോയി ആ തീയിലിട്ട് ചുട്ടുകരിക്കുന്നു. ഇത് എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമാണ്, ക്രൂരതയാണ്. ഈ ക്രൂരത പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ വിശ്വാസികളെന്താ ചെയ്തിട്ടുള്ളത്? ഇവർക്ക് യാതൊരു ദ്രോഹവും വരുത്തി വച്ചിട്ടില്ല. ഇവരംഗീകരിക്കുന്ന ചില വിശ്വാസങ്ങളും തത്വങ്ങളും ഒക്കെ അവർ ഒഴിവാക്കി അവർ മറ്റൊരു വിശ്വാസം കൈക്കൊണ്ടു. അവർ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെ അംഗീകരിച്ചു. ആ ഒരൊറ്റ തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ ഇവർ പറയട്ടെ, ലോകത്ത് വിശ്വാസികൾ ഇവരുടെ മുതൽ സമ്പത്ത് കവർന്നെടുത്തിട്ടുണ്ടോ? ഇവരുടെ അംഗഭംഗന്മാരെ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ടോ? ഇവരെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കാത്ത വളരെ നിഷ്കളങ്കരായിട്ടുള്ള നിർമ്മലരായിട്ടുള്ള മനുഷ്യന് ഉപകാരം മാത്രം ചെയ്യാൻ ശീലിച്ചിട്ടുള്ള വിഭാഗങ്ങളെയാണ് പലപ്പോഴും ഇവർ ഈ നിലക്ക് ക്രൂശിക്കാറുള്ളത്, പീഡിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ പീഡനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവരർഹിക്കണതല്ല. അർഹിക്കാത്ത പീഡനങ്ങളാണ് ഇവരേറ്റു വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പീഡിപ്പിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ ക്രൂരന്മാരാണ്, മനുഷ്യത്വമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ ശാപഗ്രസ്തരാണെന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖുതില അസ്ഹാബുൽ ഹുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് എന്നിട്ട് ഖുർആൻ തുടർന്ന് പറഞ്ഞത് ഒമാനഖമു മിൻഹും ഇല്ലാഹി യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, പ്രതാപവാനും സ്തുത്യർഹനുമായിട്ടുള്ള അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാത്ത മറ്റൊരു എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല ഇവർ ഈ ആളുകളെ ശിക്ഷിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. ഇവിടെ ഒമാനഖമു മിൻഹും, ഈ കുറ്റവാളികളായിട്ടുള്ള പീഡകന്മാരായിട്ടുള്ള ആളുകൾ മിൻഹും, ഈ വിശ്വാസികളെ ശിക്ഷിക്കുന്നത്, അവരെ മർദ്ദിക്കുന്നത്, പീഡിപ്പിക്കുന്നത് ഒമാനഖമു മിൻഹും ഇല്ലാഹി യുഅ്മിനു, അവർ വിശ്വസിച്ചതിൻ്റെ പേരിൽ മാത്രമാണ്. ആരിൽ? ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഈ അള്ളാഹു ആരാണ്? അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം ആരുടെ കയ്യിലാണോ ആ അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ തെറ്റ് മാത്രമേ, അതായത് ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു വിശ്വാസം, ഇവരംഗീകരിക്കാത്തൊരു വിശ്വാസം അവർ കൈക്കൊണ്ടുള്ളതിൻ്റെ പേരിലാണ് അവരെ ഇങ്ങനെ ശിക്ഷിക്കണമെന്നാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാണ്. ഇവിടെ ജബ്ബാറിൻ്റെ ഒരു ചോദ്യമുണ്ട്.
അപ്പോൾ തൻ്റെ സ്വന്തം ആളുകളെങ്ങനെയൊക്കെ ചുട്ടുകൊല്ലണ കണ്ടിട്ട് കയ്യും കെട്ടി നോക്കിയിരിക്കായിരുന്നു അള്ളാഹുന. അതിന് ജബ്ബാർ മനസ്സിലാക്കാനൊരു സംഗതി, ജബ്ബാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണവനല്ല അള്ളാഹു. വേണമെങ്കിൽ അള്ളാഹു പിന്നെ പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ജബ്ബാറിൻ്റെ ബാധ്യതയാണ്. അള്ളാഹുവിന് അങ്ങനെ ഒരു ബാധ്യതയില്ല. അള്ളാഹു ഇവിടെ മനുഷ്യരെ സൃഷ്ടിച്ചു, അവൻ്റെ മുമ്പിൽ ശരിയും തെറ്റും അറിയാനുള്ള മാർഗങ്ങൾ തുറന്നിട്ട് കൊടുത്തു. എന്നിട്ട് ശരി ചെയ്യുന്നവർ ആര്, തെറ്റ് ചെയ്യുന്നവരാര്, ഇവർ ആരോട് എങ്ങനെയൊക്കെ വർത്തിക്കുന്നു, ഇത് അള്ളാഹു നിരീക്ഷിക്കുകയാണ്. ഇതിന് ഇവിടെ വച്ചിട്ട് പിന്നെ ശിഷ്ടന്മാരെ രക്ഷിക്കുകയും ദുഷ്ടന്മാരെ സംഹരിക്കുകയും ചെയ്യാനുള്ള രീതി വ്യാപകമായ അല്ലെങ്കിൽ സർവ്വസാധാരണമായ എല്ലാ കാലത്തും ചെയ്യുന്ന രീതിയല്ല അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ അള്ളാഹു മനുഷ്യനെ അറിയിച്ചിട്ടുള്ളൊരു സംഗതിയുണ്ട്. അള്ളാഹിൻ്റെ തീരുമാനം അനുസരിച്ചേ പോവുള്ളൂ എന്നാണ് പിന്നീട് ഈ ഇതേ സൂറത്തിൽ തന്നെ പറയുന്നത്. അത് ലോകത്ത് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ മനുഷ്യന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അവിടെ പരീക്ഷണത്തിന് പ്രസക്തിയില്ല. കാരണം നിഷേധികളായിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ വിശ്വാസികളെ ശിക്ഷിക്കുമ്പോൾ അള്ളാഹ് നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ രക്ഷിക്കുകയാണെങ്കിൽ പിന്നെ ഈ പ്രവർത്തിക്കാരോ ഇരുങ്ങോ? കാരണം അള്ളാഹ് നേരിട്ട് വരും, എന്നിട്ട് വേറെ രക്ഷിക്കും, ഞങ്ങളെ ശിക്ഷിക്കും എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഇവിടെ മനുഷ്യൻ്റെ പരീക്ഷണം എന്ന് പറയുന്ന അവൻ്റെ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വാതന്ത്ര്യം ഇല്ലാതാവും. ആ സ്വാതന്ത്ര്യം ഭരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അല്ലാതെ അള്ളാഹുവിന് അവരെ പെട്ടെന്ന് രക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. അപ്പോൾ എന്താണ് അള്ളാഹു പറയുന്നത്, അള്ളാഹിൻ്റെ തീരുമാനം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ ഒരു അള്ളാഹു ഉണ്ട് എന്നുള്ള അംഗീകരിക്കേണ്ട ആദ്യം. അത് അംഗീകരിക്കാത്തതാണല്ലോ യുക്തിവാദിയുടെ യുക്തിരാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യുക്തിരാഹിത്യത്തിൻ്റെ മേൽ കെട്ടിപ്പടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള വാചാട്ടോപ്പങ്ങളാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിനും ആളുകൾക്കും പറയാനുള്ളത്. അതുകൊണ്ട് എന്താണ് ഖുർആൻ പറയണതെന്ന് മനസ്സിലാക്കാനുള്ള പിന്നെ സാമാന്യ മനസ്സ് ബുദ്ധി പോലും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ വരുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു ഇവിടെ ചെയ്യണത് മനുഷ്യനെ പിന്നെ അവൻ്റെ അള്ളാഹുവിനെ അംഗീകരിച്ചതിൻ്റെ മേൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ ഉടൻ തന്നെ ആകാശത്തേക്ക് കയറ്റിക്കൊണ്ട് പോയിട്ട് അവിടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതല്ല. മനുഷ്യന് ഇവിടെ ഭൂമിയിലെ ജീവിതത്തിൽ അവൻ കുറേ അനുഭവിക്കേണ്ടി വരും, കുറേ ക്ഷമിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. ആര് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആരാണ് സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സന്നദ്ധരായിട്ടുള്ളതെന്നും പരീക്ഷിക്കാനുണ്ടാവും. ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് അറിയൽ ഇവിടെ വെച്ചിട്ടല്ല, അത് മരണാനന്തര ജീവിതത്തിലാണ്. അതുവരെ കാത്തിരിക്കേണ്ടി വരും മനുഷ്യൻ. അല്ലാതെ ജബ്ബാർ പറഞ്ഞ മാതിരി സ്വന്തം ആളുകളങ്ങനെ ചുട്ടു കൊന്നിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാനുള്ളതിനൊരർത്ഥമില്ല. കാരണം അള്ളാഹു അങ്ങനെ മനുഷ്യനോട് പറഞ്ഞിട്ടില്ല, ഏറ്റിട്ടില്ല. നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണ്, നിങ്ങൾ എന്നോട് വിശ്വസിച്ചോളി, നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ഉടനെ വന്നിട്ട് നിങ്ങളെ രക്ഷിക്കുമെന്ന് അള്ളാഹ് ആരെയും പറഞ്ഞില്ല. അള്ളാഹു മറിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ ക്ഷമിക്കാൻ സന്നദ്ധരാണോ സഹിക്കാൻ സന്നദ്ധരാണോ എന്ന് ഞാൻ നോക്കുകയാണ്. അങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും സന്നദ്ധരായിട്ടുള്ള തങ്ങളുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറുള്ള ആളുകളെയാണ് ഞാൻ എൻ്റെ സ്വർഗം തന്നെ നൽകിയിട്ട് അനുഗ്രഹിക്കാം. അതിന് തയ്യാറില്ലാത്ത ഇത്തരം ആളുകളെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമല്ല, അതിന് ഓശാന പാടുന്നവരും ഒത്താശ ചെയ്തു കൊടുക്കുന്നവരും അതേപോലെ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് പിന്നെ പിൻവലിയുന്നവരും അങ്ങനെയുള്ള ആളുകളൊന്നും തന്നെ ഞാൻ സ്വീകരിക്കൂല. എൻ്റെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകളാണവർ. അപ്പോൾ വിജയികൾക്ക് അതിൻ്റേതായിട്ടുള്ള അർഹമായിട്ടുള്ള പ്രതിഫലം കൊടുക്കുകയും പരാജിതർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ നൽകുകയും ചെയ്യാന്നുള്ളത് അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ്. അത് അള്ളാഹു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഇവിടെ ദുന്യാവിൽ വച്ചിട്ട് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഞാൻ നീക്കിത്തരാം, നിങ്ങൾ സുഖമായിട്ട് മാർഗത്തിലൂടെ മുമ്പോട്ട് പോയാൽ മതി എന്നല്ല അള്ളാഹ് പറഞ്ഞത്. ഇത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലോകത്ത് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും ജബ്ബാറിന് ഇങ്ങനെയുള്ളൊരു നിലപാട് കാണിച്ചു തരാൻ പറ്റുമോ? കാരണം മനുഷ്യന് ഇവിടെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതപാത വെട്ടിത്തെളിയിക്കുമ്പോൾ അവനൊരുപാട് അനുഭവിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. അങ്ങനെ സഹിച്ച് ക്ഷമിച്ച് അഹോരാത്രം അതിനു വേണ്ടി പിന്മാറാതെ പ്രവർത്തിച്ച് വിജയം വരിക്കുമ്പോൾ അത് ഈ ലോകത്ത് അവന് നേട്ടമാണ്, പരലോകത്തും നേട്ടമാണ്. ഇതാണ് ഇവിടെ ഖുർആൻ മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജബ്ബാറിന് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ അത് ജബ്ബാറിൻ്റെ യുക്തിരാഹിത്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് ആ ഒരു ദുര്യോഗം ജബ്ബാർ ഏറ്റുവാങ്ങേണ്ടി വന്നത് അത് കാരണമായിട്ടാണ് എന്ന്
നമ്മൾക്കതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുള്ളൂ.